2 സെക്കൻഡിൽ അവരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ ഒന്നുമില്ല. നമുക്ക് ആ ഹുക്ക് അത് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ക്യാപ്റ്റിവേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്തോരം പ്രൊഡക്ഷൻ ചെയ്തിട്ടും എന്ത് തലവത്തിന് പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും ഷോർട്ട് ഫോം വീഡിയോസേ വർക്ക് ആകത്തുള്ളൂ. ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഞാൻ 2 മിനിറ്റിൽ കൂടുതൽ വീഡിയോ ചെയ്താൽ പോലും ട്രാക്ഷൻ കിട്ടാറില്ല. യൂട്യൂബ് ഐ ഫീൽ ലൈക്ക് ലോങ് ഫോം വീഡിയോസിന് വേണ്ടി ഉണ്ടാക്കിയൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. ആൻഡ് അത് ഒരു വിയേർഡ് മിക്സ് ആണ്. ലോങ് ഫോം കാണുന്നവർക്ക് ലോങ് ഫോം ആണ് ഇഷ്ടം, ഷോർട്ട് ഫോം കാണുന്നവർക്ക് ഷോർട്ട് ഫോമിൻ്റെ അറ്റൻഷൻ സ്പാനേ ഉള്ളൂ. യൂട്യൂബ് സംഹൗ ഹാസ് ദീസ് ലോങ് ഫോം കണ്ട് എൻജോയ് ചെയ്ത് 3 മണിക്കൂറൊക്കെ പോഡ്കാസ്റ്റ് കാണുന്നതും, നമ്മൾ ഓഡിയോ പോഡ്കാസ്റ്റ് എടുത്ത് നോക്കിയാലും ഒരു ഫുൾ ഓഡിയോ ബുക്ക് കേൾക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കത് പറ്റത്തില്ല. വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബ് വീഡിയോ കാണാമെന്നൊക്കെ പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിച്ചുകൊണ്ട് എനിക്ക് യൂട്യൂബ് വീഡിയോ കാണാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഫോക്കസ് ആ പ്ലേറ്റില്ല. അല്ലെങ്കിൽ പോപ്കോൺ പോലെ എന്തെങ്കിലും ആയിരിക്കണം, മറ്റേ നോക്കണ്ട ഇങ്ങനെയും കഴിച്ചാൽ മതി. ചോറും കറിയൊക്കെ കഴിച്ചുകൊണ്ട് എനിക്ക് സിനിമ കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഐ എം ബിൽഡ് ഫോർ സ്മോൾ ഫോം കോണ്ടന്റ്. നമ്മൾ എന്ത് ഓഡിയൻസിനാണ് കേറ്റർ ചെയ്യാൻ നോക്കുന്നത് അതനുസരിച്ചാണ് ലോങ് ഫോം ഷോർട്ട് ഫോം വർക്ക് ആവുന്നത്. ഒരു മൂവി റിവ്യൂ ഒക്കെ ലോങ് ഫോമിലാണ് വർക്ക് ആവുന്നത്. കാരണം അതൊന്നും ഷോർട്ട് ഫോമിൽ വെറുതെ 2 സെക്കൻഡിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അത് യൂട്യൂബിലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതിന്റെ ഹുക്ക് വല്ലതും എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടാം. എന്തോന്ന് പടവടേ എന്നൊക്കെ ഷസാം പറയത്തില്ലേ, അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഉടനെ പോയി കാണാൻ തോന്നും നമുക്ക്. നെഗറ്റീവിന് പിന്നെ ഭയങ്കര റീച്ചുമാണ്.